സുഹൃത്തുക്കൾ, അപ്പോൾ ഈ ഒരു കുഞ്ഞൻ വയർ ഉപയോഗിച്ച് നമുക്ക് വീട്ടിലെ എർത്തിങ് പ്രോപ്പർ ആണോ ഇല്ലയോ എന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി. നമ്മുടെ RCCB വർക്കിംഗ് ആണോ എന്നും നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റി. നമസ്കാരം സുഹൃത്തുക്കളെ, മൈരി ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂട്രലും എർത്തും തമ്മിൽ ഷോർട്ട് ചെയ്യുമ്പോൾ RCCB ട്രിപ്പ് ആകുന്നതിൽ RCCB ആണോ കംപ്ലൈൻറ്റ്, അതോ എർത്ത് തകരാറിലാണോ? ഒരു എക്സ്പെരിമെൻ്റ് എന്നോണം വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. ഈ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്നുള്ള പവർ പ്ലഗിൽ നമ്മൾ ഒരു ചെറിയ വയർ എടുത്തിട്ട് ഷോർട്ട് ചെയ്തപ്പോഴത്തേക്കും എർത്ത് ന്യൂട്രലും കൂടി ഷോർട്ട് ചെയ്തപ്പോഴത്തേക്കും RCCB ട്രിപ്പ് ആവുന്നില്ല. എന്നാൽ ടെസ്റ്റ് ബട്ടൺ അടിച്ചപ്പോഴത്തേക്കും RCCB ട്രിപ്പ് ആവുന്നുമുണ്ട്. അപ്പോൾ RCCB ഓക്കെ ആണെന്ന് ഏറെക്കുറെ നമുക്കൊന്ന് ഉറപ്പിക്കാം. എന്നാലും നമുക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ലാമ്പ് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു 7 വാട്ട്സ് LED ബൾബ് ഉപയോഗിച്ച് ഷോർട്ട് ചെയ്യിപ്പിച്ചപ്പോഴത്തേക്കും എർത്തും ഫേസും ഉപയോഗിച്ച് നമ്മുടെ ടെസ്റ്റ് ലാമ്പ് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത്തേക്കും 30 മില്ലി ആംപിയർ എക്സീഡ് ആയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ RCCB ട്രിപ്പായി. ഇതിനർത്ഥം നമ്മുടെ RCCB ഓക്കെ ആണ് എന്നാണ്. ഇനി നമുക്ക് ഇവിടുത്തെ എർത്തിങ് നമ്മുടെ ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. 100% എർത്ത് ആക്യുറസി നമുക്ക് ലഭിക്കുകയൊന്നുമില്ല നമ്മുടെ ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും. എങ്കിലും ഇവിടെ നമുക്ക് ഇത് മതിയാകും. നമുക്ക് ന്യൂട്രലും എർത്തും തമ്മിലുള്ള വാല്യൂ 1 മുതൽ 4 വരെയൊക്കെ ഉള്ള വോൾട്ടാണ് ലഭിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള എർത്തിങ് ഇവിടെ ഉണ്ട് എന്നാണ്. 5 ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. എന്നാൽ 6 അതിന് മുകളിലേക്കാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വോൾട്ട് കൂടുന്നതിനനുസരിച്ചിട്ട് ഇവിടുത്തെ എർത്തിങ് അത്രത്തോളം കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാമ്പ് മീറ്റർ ഉപയോഗിച്ച് എർത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രോബ് 750 വോൾട്ടിലേക്ക് തിരിച്ചു വെച്ചിട്ട് ചെക്ക് ചെയ്യാം. ചില ക്ലാമ്പ് മീറ്ററിലൊക്കെ 20 വോൾട്ടിന് താഴെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ക്രമപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നമുക്ക് ആ സംവിധാനവും പ്രയോജനപ്പെടുത്താവുന്നതാണ്. അങ്ങനെ പ്രോബ് 750 വോൾട്ടിലിട്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് 7 വാട്ട്സ് ലഭിക്കുകയും അതിനുശേഷം 20 വോൾട്ടിലിട്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് 6.83 വോൾട്ട് ലഭിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വോൾട്ടേജ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഫേസ് ടു എർത്ത് 234-235 വോൾട്ട് ലഭിക്കുകയും ഫേസ് ടു നമ്മുടെ എർത്ത് വോൾട്ടേജ് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് 239 വോൾട്ട് ലഭിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് 5 വോൾട്ടിനേക്കാൾ അധികമായതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ എർത്തിങ് കുറവാണ്. ഇനി ഇതേപോലെയുള്ള മറ്റൊരു സ്ഥലത്ത് ലൈവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾ പോയി വോൾട്ടേജ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായത് അവിടെ 238 വോൾട്ടേജ് ഉണ്ട്. ന്യൂട്രൽ എർത്ത് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും അവിടെ 1 വോൾട്ടാണ് നമുക്ക് ലഭിച്ചത്. അതായത് അവിടെ നല്ല വോൾട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഫേസും എർത്തും കൂടി നമ്മൾ വോൾട്ട് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് 240 വോൾട്ട് ലഭിക്കുകയുണ്ടായി. അതായത് 1 വോൾട്ടിൻ്റെ ഡിഫറൻസ് ആണ്. 2 വാട്ട്സിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ടുള്ള എർത്തിങ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളവർ തന്നെ ഒരു കുഞ്ഞു വയർ എടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ RCCB ഓഫ് ചെയ്ത് ഐസൊലേറ്ററും എല്ലാം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനുശേഷം ഞാൻ പുറത്തു പോയി വയർ ഷോർട്ട് ചെയ്തതിന് ശേഷം പുറത്തു പോയി ഐസൊലേറ്റർ ഓൺ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ RCCB ട്രിപ്പ് ആകുന്നുണ്ട്. സുഹൃത്തുക്കൾ, അപ്പോൾ ഈ ഒരു കുഞ്ഞൻ വയർ ഉപയോഗിച്ച് നമുക്ക് വീട്ടിലെ എർത്തിങ് പ്രോപ്പർ ആണോ ഇല്ലയോ എന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി. നമ്മുടെ RCCB വർക്കിംഗ് ആണോ എന്നും നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണാതിരിക്കും. ബൈ.